ഇതാണ് നമ്മുടെ സ്നേഹനിധിയായ റാഷി. ഇന്ന് റാഷിയുടെ ബർത്ത്ഡേ ആണ്. റാഷി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് കാലം ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടി സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, മനസ്സുകൊണ്ട് സമ്പന്നനാണ് നമ്മുടെ റാഷി. റാഷിയുടെ ഈ ഒരു പുണ്യപ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാക്കാം. അതുപോലെ എല്ലാവരും പ്രിയപ്പെട്ട റാഷിക്ക് ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ. ലവ് യു ഓൾ. Gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. ഇനി വലുതായിട്ട് നിങ്ങളുടെ അടുത്ത് ഇതേപോലെ കുറേ ക്യാഷ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? പാവപ്പെട്ടവർ പോകും. ഇനി വെച്ച് എന്താ ചെയ്യുക? ഓക്കെ, ഭക്ഷണം മേടിച്ചിട്ട് മിണ്ടാപ്രാണിയൊക്കെ കൊടുക്കും അല്ലേ? വെരി ഗുഡ്. നീ ആർക്ക് കൊടുക്കുക? ബർത്ത്ഡേ ആയിരുന്നല്ലോ, റാഷിൻ്റെ കേക്ക് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, സന്തോഷമായോ? ഒരുപാട് സന്തോഷമായോ? ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ സമ്മാനം തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഇതേപോലെ ആദ്യമായിട്ടല്ലേ? ഇഷ്ടമായില്ല? അപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും കിട്ടും കേട്ടോ. 2026 സമ്മാന പെരുമഴയാവട്ടെ കേട്ടോ. അതുപോലെ 2026 തീരുമ്പോഴേക്കും നിങ്ങളെ വീടും ആവട്ടെ കേട്ടോ. അത് നമ്മളെ വലിയ സ്വപ്നമല്ലേ? ആ ഇല്ലല്ലേ? ആദ്യമായിട്ടാണോ? സങ്കടമായോ? സാറില്ല കേട്ടോ. ഇത് ഈ സമ്മാനം തരുന്നത് സങ്കടപ്പെടാനല്ല കേട്ടോ, സന്തോഷിക്കാനാട്ടോ. ഓക്കെ ഓക്കെ. ഇനി തരുന്ന സമ്മാനങ്ങൾ ഇതേപോലെ